നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. ഇപ്പോ വിഴിഞ്ഞം നമുക്കറിയാം, വിഴിഞ്ഞം പദ്ധതി ഏതകാലത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ പലതരത്തിലുള്ള വിവാദങ്ങളും അതിനൊപ്പം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചില വിവാദങ്ങളും ചില ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഉയർന്നു വന്നിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചർച്ചയാകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്ത് അദാനി ഗ്രൂപ്പിന്റെ ഒരു 49% അവരുടെ ഒരു ഓഹരി MSC എന്ന് പറയുന്ന ആഗോള കപ്പൽ ഭീമന്മാർക്ക് നൽകുന്നു. അതുവഴി ഇപ്പോൾ സർക്കാരിന് ലാഭം ഉണ്ടാകുന്നു. അത് VD സതീശൻ സർക്കാർ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം അദാനിയെ പോലുള്ള ടീം നടത്തുന്നത്. അതുവഴി അദാനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചർച്ചകളിലൊക്കെ ഭയങ്കരമായിട്ടൊരു വിവാദം നടക്കുന്നുണ്ട് സർക്കാരിനെതിരെ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വശം? എന്താണ് അത്തരത്തിൽ ഒരു നിയമലംഘനം വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടന്നിട്ടുണ്ടോ? അതോ സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയാണോ? അല്ല, ഇതിനകത്ത് ഒരു ദുരൂഹതയോ നിയമലംഘനമോ ഒന്നും തന്നെ ഇല്ല. ഞാൻ ആദ്യമായി അതിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് വിഴിഞ്ഞം പോർട്ട് ഡെവലപ്പ് ചെയ്യുക എന്ന് ഞാൻ പറയാം, ചുരുക്കി പറയാം. അത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാലോ, മലയാളികളുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ്. പക്ഷെ അത് നടക്കാതിരിക്കാനായി പലരും ആഞ്ഞു ശ്രമിച്ചു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വിഴിഞ്ഞത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പൂവണിയുന്നത്. അതിനുശേഷമാണ് ക്ലിയറൻസ്, പ്രതിരോധ വകുപ്പിൻ്റെ ക്ലിയറൻസ് അടക്കം ലഭിക്കുന്നത്. അതിനുശേഷം അദാനി പോർട്സ് ഇതിലേക്ക് വരുന്നു. എന്താണ് അദാനി പോർട്സും കേരള സർക്കാരും തമ്മിലുള്ള കരാറെന്ന് ചോദിച്ചാൽ ഓഹരി പങ്കാളിത്തമൊന്നുമില്ല. ഈ സത്യത്തിൽ ഈ അദാനിയും ഈ കേരള സർക്കാരും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധമെന്ന് പറഞ്ഞാൽ ഭൂ ഉടമയും ഒരു പോർട്ട് ഡെവലപ്പറും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യാൻ സർക്കാർ സൗജന്യമായി സർക്കാരിൻ്റെ ഭൂമി താൽക്കാലികമായി അദാനിക്ക് നൽകിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ഉടമ സർക്കാർ തന്നെയായിരിക്കും. ഭൂമിയുടെ ഉടമ സർക്കാരാണ്. ആ ഭൂമിയിൽ അദാനി പോർട്സ് തുറമുഖം പണിയുന്നു. അദാനി തുറമുഖം ഡെവലപ്പ് ചെയ്യുന്നതിൽ വിദഗ്ധരായ ആളാണ്. അവരുടെ സേവനം ആവശ്യമുണ്ട് സർക്കാർ. അതുകൊണ്ട് തന്നെ ഭൂമി അവർക്ക് നൽകുന്നു. അദാനി അവിടെ പോർട്ട് നൽകുന്നു. പോർട്ട് നിർമ്മിക്കുന്നു. നിർമ്മിച്ച ശേഷം കുറേ കാലം ആ പോർട്ട് നടത്തുന്നു. നടത്തിയതിന് ശേഷം എന്താണ്, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആ പോർട്ട് സൗജന്യമായി സർക്കാരിന് തിരികെ നൽകുന്നു. ഇതാണ്, അതായത് 2060 കൂടിയാണ് തുറമുഖം ഇപ്പോഴത്തെ നിലയിൽ കേരള സർക്കാരിന് തിരിച്ചു കൈമാറുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2060 കൂടി കേരളത്തിന് സ്വന്തമായി സംസ്ഥാന സർക്കാരിന് ഒരു തുറമുഖം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ അതുവരെ തുറമുഖം ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ അദാനി കുറച്ച് പണം മുടക്കണം. ആ പണം എന്ത് ചെയ്യുക, അദാനി നടത്തി ഈ തുറമുഖം നടത്തി അത് മുതലാക്കുന്നു. അതിനുശേഷം പോർട്ട് കേരളത്തിന് കൈമാറും. ഇതാണ് ബിൽറ്റ് ആൻഡ് ട്രാൻസ്ഫർ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ആദ്യം നിർമ്മിക്കുന്നു, അത് കുറച്ചു കാലം നടത്തുന്നു, അതിനുശേഷം സർക്കാരിന് നൽകുന്നു. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന നിലയിലാണ് വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ നടത്തുന്ന കാലഘട്ടത്തിലുള്ള ചെലവും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഒരു ലാഭം ആ നടത്തുന്ന കമ്പനികൾക്ക് പോകും. അതെ, സർക്കാരിന്, സംസ്ഥാന സർക്കാരിന് ഒരു ചെറിയ വിഹിതം കൊടുക്കണം. ഏതാണ്ട് 40,000 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനകത്ത് ചെലവഴിക്കുന്നത്. കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. 800 കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. ബാക്കി മുഴുവൻ നിർമ്മാണ ചെലവും ഏതാണ്ട് 26,000 കോടി രൂപയോ മറ്റാണ്. മുഴുവൻ നിർമ്മാണ ചെലവും വഹിക്കുന്നത് അദാനിയാണ്. ആ 26,000 കോടി രൂപയും ഈ നടത്തിപ്പ് സമയത്തിലെ ലാഭത്തിലൂടെയാണ് അവർ തിരിച്ചു പിടിക്കുന്നത്. അങ്ങനെയാണ് ഇത് പോർട്ട് നിർമ്മിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ നിർമ്മിക്കാനായിട്ട് അദാനി ഒരു കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ. അതായത് വിഴിഞ്ഞത്ത് തുറമുഖം വികസിപ്പിക്കുന്നത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനിയാണ് വിഴിഞ്ഞത്ത് തുറമുഖം നിർമ്മിക്കുന്നതും വികസിപ്പിക്കുന്നതും. ഈ കമ്പനിയുടെ 49%, അതായത് അദാനിയുടെ ഈ പറയുന്ന കമ്പനിയുടെ 49% ഓഹരിയാണ് MSC ഇന്റർനാഷണലിന് വിൽക്കുന്നത്. അല്ലാതെ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഓഹരി അല്ല. വിഴിഞ്ഞം പോർട്ടിനെ തൂക്കി വിൽക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. അതിന് വ്യാപകമായി നടത്തും. അത് സർക്കാരിന് ഇനിയിപ്പോൾ ഇതിന് അനുമതി കൊടുക്കുന്നതോടുകൂടി വ്യാപകമായ പ്രതിഷേധമൊക്കെ ഉണ്ടാകും. ആ സമയത്ത് അദാനി കേരളത്തിൻ്റെ സ്വത്തായ വിഴിഞ്ഞം പോർട്ട് വിൽക്കുന്നു, അന്താരാഷ്ട്ര കുത്തക ഭീമന് വിൽക്കുന്നു എന്നാണ് പറയാൻ വരുന്നത്. പക്ഷേ വിഴിഞ്ഞം പോർട്ടല്ല, അദാനിയുടെ കമ്പനിയുടെ 49% ഓഹരിയാണ് MSCക്ക് കൊടുക്കുന്നത്. MSC പകരം 13,000 കോടി രൂപ
ഇവിടെ നിക്ഷേപിക്കുകയാണ്. അതൊരു വിദേശ നിക്ഷേപമാണ്. വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിക്ഷേപം ആകർഷിക്കാൻ പല സംസ്ഥാനങ്ങളും വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുന്നു. ആ സമയത്താണ് നമ്മൾ കേരളത്തിൻ്റെ പടികേറി വന്ന ഒരു മഹാലക്ഷ്മിയെ ഇങ്ങനെ എതിർത്ത് പുറങ്കാല് കൊണ്ട് അടിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ എന്തായാലും കഴിഞ്ഞ 10 വർഷം ഇവിടെ ഒന്നും നടന്നില്ല. ഈ പറയുന്ന പിണറായി വിജയനാണല്ലോ ഇവിടെ 10 വർഷം ഭരിച്ചത്. ആ സമയത്ത് ഒരു നിക്ഷേപവും വന്നില്ല. ഇപ്പോൾ ഭരണം മാറിയപ്പോൾ നിക്ഷേപം വന്നു. മാത്രമല്ല സർക്കാരിൻ്റെ പോളിസി അനുസരിച്ചിട്ട് കേരളത്തെ ഒരു പോർട്ട് സിറ്റി ആക്കുമെന്നുള്ളതാണ് സർക്കാരിൻ്റെ പോളിസി. മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 കോടി രൂപയെ മറ്റേ ബഡ്ജറ്റ് അലോക്കേഷനുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി സ്വകാര്യ നിക്ഷേപം വരുമെന്നാണ് സർക്കാരിൻ്റെ പോളിസിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു നീക്കമാണ് അദാനി ഗ്രൂപ്പ് നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെയാണ് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നത്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം അതല്പം വൈകിട്ടുണ്ട്, കോവിഡും അതൊക്കെ കാരണം. 2ാം ഘട്ടവും 3ാം ഘട്ടവും അതിൻ്റെ മറ്റ് ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് വൻതോതിൽ പണം ആവശ്യമാണ്. ഈ വിഴിഞ്ഞം എന്ന് പറഞ്ഞാൽ, വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് പോലെ അല്ല. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ ഏക മദർ പോർട്ടാണ്, ശരിയാണ്. പക്ഷേ അതിനും അപ്പുറം ലോകത്തിലെ തന്നെ 5 തുറമുഖങ്ങൾ എടുത്താൽ അതിലൊന്ന് വിഴിഞ്ഞമായിരിക്കും. അത്രമാത്രം പ്രാധാന്യമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. ആ തുറമുഖത്തേക്ക് ലോകമെമ്പാടുമുള്ള ചരക്ക് നീക്കങ്ങൾ, കണ്ടെയ്നറുകൾ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പണിയാണ്. തുറമുഖത്തിന് കപ്പൽച്ചാൽ നിർമ്മിക്കുക, അതിന് അണ കെട്ടുക, അതിനകത്ത് ക്രെയിൻ ഉണ്ടാക്കുക, ഇതൊന്നുമല്ല ഒരു ഡെവലപ്പറുടെ യഥാർത്ഥ വെല്ലുവിളി. ഒരു ഡെവലപ്പറുടെ യഥാർത്ഥ വെല്ലുവിളി തുറമുഖം ഉണ്ടാക്കി വെച്ചാൽ അതിലേക്ക് കപ്പലുകളും കണ്ടെയ്നറുകളും വരുത്തുക എന്നുള്ളതാണ്. അതിന് മിടുക്കന്മാരാണ് നമ്മുടെ അദാനി ഗ്രൂപ്പ്. അവരതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനാണ് അവർ ആഗോള കപ്പൽ ഭീമൻ എന്ന് പറയുന്ന MSC സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനി എന്ന് പറയുന്ന MSC ഗ്രൂപ്പിൻ്റെ സഹോദര സ്ഥാപനമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വിദേശ നിക്ഷേപം സ്വീകരിക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു വിദേശ നിക്ഷേപം ഇവിടെ നടത്തിയതുകൊണ്ട് ഒട്ടനവധി പ്രയോജനങ്ങളുണ്ട്. ആ പ്രയോജനങ്ങൾ അവർക്ക് നൽകുക, നമുക്ക് പണം, അതായത് എത്രയധികം പണം സമാഹരിക്കാമോ അത്രയധികം പണം സമാഹരിച്ചുകൊണ്ട് ലോകോത്തരമായ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ കൊണ്ടുവരിക. എന്നാൽ മാത്രമേ കച്ചവടം വരികയുള്ളൂ. കച്ചവടം വന്നാൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? വിഴിഞ്ഞം പോർട്ടിന് വരുമാനം ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കേരളവും കേരള സർക്കാരും അദാനിയും തമ്മിലുള്ള ഒരു കരാറിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് 2060 ആണ് പോർട്ട് സൗജന്യമായും കേരളത്തിന് കൈമാറേണ്ടത്. അതിനു മുമ്പ് 2034 മുതൽ ഭൂ ഉടമയായ സർക്കാരിന് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൈമാറണം. അപ്പോൾ അതുമുതലാണ് കേരള ഖജനാവിലേക്ക് ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു നേരിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ വന്നു തുടങ്ങുക. മാത്രമല്ല ഈ 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ വരുമ്പോൾ നേരിട്ടും അല്ലാതെയും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കേരളത്തിൻ്റെ പ്രത്യേകിച്ചും തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു നിക്ഷേപമാണ് വരാൻ പോകുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു തുറമുഖം ഇവിടെ വരുമ്പോൾ കേരളത്തിൻ്റെ ഒരു പരാതിയാണല്ലോ ഈ വിദ്യാസമ്പന്നരായ ആൾക്കാരെല്ലാം പുറത്തു പോകുന്നു പണിയെടുക്കാൻ. ആ ബ്രെയിൻ ഡ്രെയിൻ അവസാനിക്കും. വിവിധ മേഖലകളിൽ എക്സ്പേർട്ടുകളെ ഇവിടെ ആവശ്യമുണ്ട്. ഈ റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ആയിരിക്കും ഇങ്ങോട്ട് നടക്കുക. അപ്പുറത്തു നിന്നും ഇങ്ങോട്ട് ആളുകൾ ഇങ്ങോട്ട് വരും. മാത്രമല്ല വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നു. ഇതെല്ലാം സമൂഹത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമൂഹത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 49% അദാനിയുടെ കമ്പനികളാണെങ്കിൽ പോലും സർക്കാരുമായി ഈ കരാർ ഒപ്പിട്ടതല്ലേ, അങ്ങനെ ഓഹരി വിൽക്കാമോ? തീർച്ചയായിട്ടും വിൽക്കാം. 49% വരെ ഓഹരി വിൽക്കുന്നത് കൊണ്ട് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുന്നില്ല. ഉടമസ്ഥാവകാശം അദാനിക്ക് തന്നെയാണ്. അത് നമ്മൾ നേരത്തെ അദാനിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉടമസ്ഥാവകാശം അദാനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഓണർഷിപ്പ് വരുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും അനുമതി ആവശ്യമാണ്. അത് ഈ അനുമതി ആവശ്യമാണ് എന്ന് പറയുന്നത് സർക്കാരിന് അതിൻ്റെ എൻഡ് ടു എൻഡ് പരിശോധിക്കാനൊന്നുമല്ല. ആരാണ് ഈ വിദേശ നിക്ഷേപം നടത്തുന്നത്, ആ നിക്ഷേപം നടത്തുന്ന കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അങ്ങനെ കമ്പനി വിദേശ നിക്ഷേപം നടത്തുവാനുള്ള ഒരു കപ്പാസിറ്റി ആ കമ്പനിക്കുണ്ടോ, വിദേശ നിക്ഷേപം നടത്തുന്നത് മൂലം തുറമുഖത്തിന് എന്തൊക്കെ പ്രയോജനങ്ങളുണ്ട്, ഇതെല്ലാം പരിശോധിച്ചൊരു തീരുമാനമെടുത്തായിരിക്കും സർക്കാർ. അതൊരു സമിതിക്ക് വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും ആ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി ആയിരിക്കും അത് പരിശോധിക്കുക. കാരണം ഈ ഒരു 13,000 കോടി വിഴിഞ്ഞത്തേക്ക് വരുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം 16 ലക്ഷം TEU ആണ് കണ്ടെയ്നർ ശേഷി, വിഴിഞ്ഞത്തിൻ്റെ കണ്ടെയ്നർ ശേഷി. ഇത്
ഈ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നതോടുകൂടി 57 ലക്ഷം TEU ആയിട്ട് വർദ്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 3.5 ഇരട്ടിയിലേറെ കണ്ടെയ്നർ വർദ്ധിക്കുന്നുണ്ട്, കണ്ടെയ്നർ ശേഷി വർദ്ധിക്കുന്നുണ്ട്. ഇത്രയും ശേഷി വർദ്ധിച്ചാൽ ഇത്രയും കണ്ടെയ്നർ വരണ്ടേ? അത് അദാനിയുടെ ജോലിയാണ്. അദാനി അതിൽ എക്സ്പേർട്ടാണ്, അദാനി അത് നോക്കിക്കോളും. അത് അനുവദിച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടത്. സർക്കാരിനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. പണ്ട് മുതലേ 4000 കോടി എന്തായാലും സർക്കാർ മുടക്കുന്നു. ഇനി ഒരു 20,000 കോടി കൂടെ മുടക്കിക്കൊണ്ട് പൊതുമേഖലയിൽ തുറമുഖം ആരംഭിക്കാത്തത് എന്ത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ആരംഭിച്ചാൽ ഇതാണ് കുഴപ്പം. അന്താരാഷ്ട്ര തലത്തിൽ തുറമുഖങ്ങൾ തമ്മിൽ കടുത്ത മത്സരമാണ്. കപ്പലുകളെ തുറമുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുകയാണ്. ഇവിടെ ഇന്ന സൗകര്യമുണ്ട്, അവിടെ ഇന്ന സൗകര്യമുണ്ട്. ഇവിടെ പോയാൽ കപ്പലുകൾക്ക് കാത്തുകെട്ടി കിടക്കേണ്ടി വരും, ഇപ്പുറത്ത് പോയാൽ പെട്ടെന്ന് പോകാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം മത്സരം അവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ മത്സരം നടക്കുന്ന ഒരു മേഖലയാണ് തുറമുഖ മേഖല. ആ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കപ്പലുകളെ ഇങ്ങോട്ട് ആകർഷിക്കണമെങ്കിൽ അത്രയും വലിയ സംവിധാനങ്ങൾ ഇവിടെ വേണം, ശേഷി ഇവിടെ വേണം, അത്രയും വലിയ ഇളവുകൾ നൽകാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ ഒരു വിഴിഞ്ഞത്തിന് വേണം. അതുണ്ടാക്കുകയാണ് അദാനി. അതിനെ നമ്മൾ എതിർക്കുന്നത് എന്തിനാണ്? അത് അദാനി ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മുടെ പോർട്ട് ഏറ്റവും മികച്ച ഒരു പോർട്ടായി മാറുന്നു. അതിൻ്റെ പ്രയോജനം നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് ലഭിക്കുന്നു, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെയും കേരളത്തിലെയും യുവാക്കൾക്ക് ലഭിക്കുന്നു. ട്രാൻസ്ഷിപ്മെൻറ്റ് നടക്കുന്നു, സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്നു. ഇതെന്തായാലും 100% സംസ്ഥാനത്തിന് പ്രയോജനം മാത്രമുണ്ടാകുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ എതിർക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഇത്തരത്തില് നോക്കുമ്പോ ആദ്യമായിട്ടൊന്നല്ല, ഇപ്പൊ വിഴിഞ്ഞത്തല്ല ആദ്യമായിട്ട് അദാനി ഗ്രൂപ്പ് ഇത്തരത്തിലൊരു ഈ പറയുന്ന പോലെ ഒരു കുത്തക എന്നല്ല, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനടക്കം പറഞ്ഞ കുത്തക കമ്പനിക്ക് കൊടുക്കുന്നു എന്നുള്ളത്. ഇതുപോലൊരു ആഗോള ഭീമൻ കമ്പനിക്ക് ഇത്തരത്തിൽ നടത്തുന്നു. ഇപ്പോൾ ഗുജറാത്തിലെ മുദ്ര പോർട്ടിലും ഇത്തരത്തിലുള്ള ഇത്ര ശതമാനം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഈ പറയുന്ന എണ്ണൂർ കാട്ടുപള്ളി പോർട്ട് എന്ന് പറയുന്നത്, അവിടെയും ഈ സെയിം ഇത്തരത്തിലൊരു ടെർമിനൽ വികസനത്തിന് മറ്റുമായിട്ടും ഇത്തരത്തിലൊരു ദീർഘകാല ഒരു പങ്കാളിത്തത്തിനായിട്ടുള്ള ഒരു ഡീല് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഒരു 25% വരെ ഇത്തരത്തിൽ നൽകുമ്പോൾ സർക്കാരിൻ്റെ, അതിൽ കൂടുതൽ നൽകുമ്പോൾ സർക്കാരിൻ്റെ ഒരു അനുമതി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, അതായത് 3 വകുപ്പുകളുടെ അനുമതിയാണ് മെയിനായിട്ട് വേണ്ടത്: തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, ധനകാര്യ വകുപ്പ്. അപ്പോൾ ഈ 3 വകുപ്പ് നമുക്കറിയാം കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹം ഇതൊക്കെ ഒരു ദീർഘവീക്ഷണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ 3 വകുപ്പുകളും മറ്റാർക്കും നൽകാതെ അദ്ദേഹം തന്നെ കയ്യിൽ വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഉയരുന്നത്. തീർച്ചയായും അത് ഈ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 6000 കോടി നീക്കിയിരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരൊറ്റ നയാ പൈസ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. നമ്മുടെ ഈ ബഡ്ജറ്റ് പരിശോധിച്ചാൽ തന്നെ അറിയാം, സ്വപ്ന പദ്ധതികളാണ്, പക്ഷെ നീക്കി വയ്ക്കാൻ പണമില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഇവിടെ കേരളം കാണുന്ന പ്രകടമായ ഒരു മാറ്റം വരുത്തുകയും വേണം. അങ്ങനെ ഒരു സർക്കാരിന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട് എങ്കിൽ ഇതൊരു പക്ഷേ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിരിക്കും. കാരണം 3 വകുപ്പുകളും സതീശൻ തന്നെ എടുക്കുന്നു. ഇതൊന്നും ഒരു അഴിമതിയായി കാണാൻ പറ്റില്ല. പക്ഷേ അതൊരു അദാനിയുടെ ഒരു സ്വഭാവം അതാണ്. അദാനിക്ക് ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ മേഖല വികസിപ്പിക്കണം എന്നൊരു ആത്മാർത്ഥമായ ആഗ്രഹമുള്ള ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് അദ്ദേഹം സർക്കാരുകളെ സ്വാധീനിക്കും. എന്തുകൊണ്ടൊരു നല്ല കാര്യത്തിനായി ഒരുമിച്ച് പ്രവർത്തിച്ചുകൂടാ കോർപ്പറേറ്റിനും സർക്കാരിനും? അതാണ് ഈ കോർപ്പറേറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഒരു വിഷവിത്താണ് എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രചരണം കേരളത്തിലുണ്ട്. അത് തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്. കോർപ്പറേറ്റുകൾക്ക് സർക്കാരുകളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. അതെങ്ങനെയായാലും നിയമത്തിനനുസരിച്ച് ഇപ്പോൾ ഈ 25% മുകളിൽ ഷെയർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണമെന്നത് നിയമമല്ല. കേരള സർക്കാരും അദാനിയുമായിട്ടുണ്ടാക്കിയ കരാറിന്റെ ഭാഗമാണ്. അതായത് അതൊരു സ്വാഭാവിക നടപടിയാണ്. അതൊരു സ്വാഭാവിക നടപടിയാണ്. ഇങ്ങനെ സർക്കാരിന്റെ അനുമതി നൽകിയിട്ടില്ല അങ്ങനെ ഒരു തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അല്ല. അത് കേന്ദ്ര സർക്കാർ ഇപ്പൊ പരിശോധിക്കുന്നത് എന്തായിരിക്കും? അതിന് വരുന്നത് ചൈനീസ് കമ്പനിയാണോ? തുറമുഖം റാഞ്ചി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ. കാരണം ചൈനീസ് കമ്പനിയാണെങ്കിൽ തീർച്ചയായും ചൈനയുടെ നിരീക്ഷണ കപ്പൽ അവിടെ വന്ന് കിടക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക, അതാണ് സർക്കാരിന്റെ പണി. അല്ലാതെ ഇത് കുത്തക ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും രീതിയാണോ, ഇതല്ല നമ്മൾ നോക്കേണ്ട. അതിനകത്ത് ഈ വരുന്ന വിദേശ നിക്ഷേപവുമായി വരുന്ന കമ്പനിയുടെ ഉദ്ദേശം ഇവിടെ വ്യക്തമാണ്. അന്താരാഷ്ട്ര കപ്പൽ ഭീമനാണ് വരുന്നത്. അവർക്ക് ബിസിനസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അവർക്ക് കൃത്യമായി കണ്ടെയ്നറുകൾ ഇവിടെ കൊണ്ട് ഇറക്കാൻ സാധിക്കണം. ട്രാൻസ്ഷിപ്മെന്റ് വേഗത്തിൽ നടക്കണം. അവർക്ക് അവരുടേതായ ഒരു ടെർമിനൽ വേണം. അതുകൊണ്ട് അവർ അദാനി പോർട്സുമായി കൈകോർക്കുന്നു. ഇത് ഉള്ള കാലത്തേക്കല്ലല്ലോ, 2060 ശേഷം ഒരുപക്ഷെ കേരള സർക്കാരുമായിട്ടായിരിക്കും ഈ MSC ഇന്റർനാഷണൽ ഡയറക്റ്റ് കോൺട്രാക്ട് വയ്ക്കുക. അപ്പോൾ കുത്തക എന്ന് പറഞ്ഞാൽ MSCക്ക് മാത്രമേ ഇവിടെ കപ്പൽ അടുപ്പിക്കാൻ അവകാശമുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് പൂർണ്ണമായും തെറ്റാണ്. അതായത് ഈ സർക്കാരും
അദാനിയുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ക്ലോസ് 5(8) പ്രകാരം എല്ലാ കമ്പനികൾക്കും, എല്ലാ ഷിപ്പിംഗ് കമ്പനികൾക്കും ഇവിടെ അവസരം കൊടുക്കണം. ബർത്ത് ലഭ്യതയ്ക്കനുസരിച്ച് അവസരം കൊടുക്കണമെന്നാണ്. ഒരു ഷിപ്പിംഗ് കമ്പനിയോടും വിവേചനം പാടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇപ്പൊ MSC വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള കപ്പലുകൾ അല്ലെങ്കിൽ മറ്റുള്ള കപ്പലുകൾക്ക് അടുക്കാൻ ഒരു അവസരം നൽകില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടെ വരുന്നു. ഇല്ല, നിയമപരമായി അങ്ങനെയൊന്നുമില്ല. ടെർമിനൽ അവൈലബിൾ ആണെങ്കിൽ ഏതൊരു കപ്പലിനും വരാം. പക്ഷേ ഈ MSC ഒരു ധാരാളം ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ബിസിനസ്സുകളും അവർ നടത്തും. അത് അങ്ങനെ ഒരു തിരക്ക് അവിടെ റഷ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതല്ലാതെ ആ റഷ് ഉണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. നമ്മുടെ തുറമുഖത്തിൻ്റെ കപ്പാസിറ്റി ഒഴിച്ചിട്ടിരിക്കുന്നതാണോ നല്ലത്, എപ്പോഴും തിരക്കുണ്ടാകുന്നതാണോ നല്ലത്? ഇപ്പോൾ ഒരു ബസ്സിൽ തിരക്കുണ്ടാകുന്നത് ആ ബസ് മുതലാളിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്, ബസ്സിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി കഷ്ടമാണ്. അതാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അത് മൊണോപ്പൊളി ഒന്നുമല്ല. അത് ഈ പഴകിത്തുരുമ്പിച്ച കമ്മ്യൂണിസ്റ്റ് വാക്കുകൾ പ്രയോഗിച്ച് ദയവ് ചെയ്ത് ഈ പദ്ധതിയെ ഇല്ലാതാക്കരുത്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 13,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം വരുന്നത്. കേരളത്തിലെ സർക്കാർ ഇതിനു വേണ്ടി നഖം നനച്ചിട്ടില്ല, ഇതുവരെ ഒരു പണിയും എടുത്തിട്ടില്ല. പല സംസ്ഥാന സർക്കാരുകളും നികുതി ഇളവ് നൽകുന്നു, ഇലക്ട്രിസിറ്റി ഫ്രീ നൽകുന്നു, ലാൻഡ് കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കമ്പനികളെ ആകർഷിക്കുന്നത്. ഇവിടെ ഒരു പരിപാടിയും ചെയ്യാതെ അദാനി ഗ്രൂപ്പിന്റെ ഒരു ശ്രമഫലം കൊണ്ട് 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് വരികയാണ്. അതിന് കൈ കൊടുക്കുകയാണ് വേണ്ടത്. സത്യത്തിൽ UDF സർക്കാരിന്റെ ഒരു ഭരണ നേട്ടമായി ഇതിനെ ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. LDF ആണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇതൊരു വലിയ മഹാസംഭവമാക്കി അവർ അവതരിപ്പിക്കുമായിരുന്നു. പിണറായി വിജയന്റെ ഭരണ നേട്ടം, MSC ഗ്രൂപ്പ് വരുന്നു. നമുക്കറിയാമല്ലോ, നിസാൻ കാർ ഇവിടെ വന്നപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കി. പക്ഷെ ഇവിടെ അതാണ് ഒരു VD സതീശനാണെങ്കിൽ ഒരു മയത്തിലുള്ള ഒരു ഡീലിങ്സ് ആണ് നടത്തുന്നത്. അതെ, കമ്മ്യൂണിസ്റ്റുകാർ സമരം ചെയ്ത് തുടങ്ങിയാൽ ഇത് ആകെ അലങ്കോലമാകും. അതുകൊണ്ട് അവർ രഹസ്യമാക്കി വയ്ക്കുന്നതായിരിക്കും. പക്ഷെ പിണറായി വിജയനായിരുന്നു അധികാരത്തിലെങ്കിൽ ഇതൊരു മഹാസംഭവമായി അവതരിപ്പിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിൽ അങ്ങനെ ഒരു ലേഖനം അബദ്ധത്തിലാണെങ്കിലും വന്നു എന്ന് നമ്മൾ ഓർക്കണം. അതായത് പിണറായി വിജയന്റെ സർക്കാരിന്റെ നേട്ടമാണ് ഇപ്പോൾ ഈ വിദേശ നിക്ഷേപം വന്നത് എന്നവർ റാഞ്ചി എടുത്തിരിക്കുന്നു. അതായത് ഒരു നേട്ടം ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷേ അത് പിണറായി വിജയന് ക്രെഡിറ്റ് കൊടുത്തു. അതെ, ഈ രാഷ്ട്രീയ ചീപ്പ് പൊളിറ്റിക്സിന് വേണ്ടി ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യം, ഒരു സംസ്ഥാനത്തിന്റെ വരും തലമുറയുടെ ഭാവി, ഇതെല്ലാം തന്നെ അപകടത്തിലാക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം എടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇതിന് അനുമതി കൊടുക്കുന്നതോടുകൂടി വലിയ പ്രതിഷേധത്തിലേക്ക് ഇവർ പോകും. പക്ഷേ ഇച്ഛാശക്തി കാണിക്കണം സർക്കാർ. പക്ഷേ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ നേതാവും 24 മണിക്കൂറും അദാനിയെ തെറിവിളിച്ചു നടക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലൊരു ആശങ്കയില്ലാതില്ല. പക്ഷേ ശോഭനമായ ഒരു ഭാവി, ഇതൊരു പ്രോജക്റ്റ് മാത്രമാണ്. ഇത്തരത്തിൽ പല പ്രോജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ കേരളം എങ്ങോട്ട് പോകും? കേരളം ഒരു നല്ലൊരു വികസിത രാജ്യങ്ങൾക്കൊപ്പമാകുന്ന ഒരു ശേഷിയിലേക്ക് പോകും. അപ്പോൾ അതിനെ ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത് എന്നുള്ളതാണ് കേരള ജനത ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഒരു തുറമുഖം വരുമ്പോൾ അതിൽ സർക്കാരിനും ആ കമ്പനിക്ക് മാത്രമാണ് നേട്ടം എന്ന് വിചാരിക്കരുത്. നമ്മൾ ചേട്ടൻ അതിനിടയിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ആ സ്ഥലങ്ങളിലുള്ള ഒരുപാട് ഈ ചെറുകിട വ്യവസായങ്ങളൊക്കെ ഡെവലപ്പ് ആവും. അതുപോലെ തന്നെ ഗതാഗതം അത് ഡെവലപ്പ് ആവും. അപ്പോൾ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ കൂടി കിട്ടാനുള്ള അതും കൂടി ഇതിന്റെ ഒരു ഭാഗമാണ്. അല്ല, ഈ പ്രതിപക്ഷം പറയുന്നത് കേട്ടാല് ഈ തുറമുഖം വികസിപ്പിക്കുക, തുറമുഖം നടത്തുക അതൊക്കെ പറഞ്ഞ് നിസ്സാര പണിയാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. KSRTCയെയും KSEBയെയും രക്ഷപ്പെടുത്താൻ സാധിക്കാത്തവർ ഇത് വലിയൊരു അന്താരാഷ്ട്ര കളി എങ്ങനെ കളിക്കും വിഴിഞ്ഞത്ത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് 2060 ആ തുറമുഖം തിരിച്ചു കിട്ടുമ്പോൾ ഈ പറയുന്നത് പോലെ ഒരു തുറമുഖത്തിന്റെ അസ്ഥികൂടം മാത്രം മതിയോ? അതോ കോടിക്കണക്കിന് രൂപ ടേൺ ഓവർ ഉള്ള ഒരു വ്യവസായ നഗരം ആയിട്ടാണോ തിരിച്ചു കിട്ടേണ്ടത്? അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ ഭരണകൂടം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇല്ലാതെ ഡെവലപ്പർമാരെ വല്ലാതെ മുറുക്കിയാൽ അവരൊരു പക്ഷേ അവരുടെ ഒരു മുടക്ക് മുതൽ എടുത്തതിന് ശേഷം അവർ പോകും. പക്ഷെ തിരികെ തരുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ബാധ്യതയായി മാറുന്ന ഒരു എല്ലിൻകൂടത്തെ ആയിരിക്കും. അത് പാടില്ലല്ലോ. ഈ കുത്തക കമ്പനികൾക്ക് സർക്കാരിന്റെ എല്ലാം വിറ്റ് തൊലയ്ക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രചാരണമൊക്കെ അവസാനിപ്പിക്കുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല വശങ്ങൾ കൂടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, സാധാരണക്കാരായിട്ടുള്ള ഇനി വരുന്ന തലമുറയ്ക്ക്, യുവാക്കൾക്കാണെങ്കിൽ ഒരുപാട് തൊഴിലവസരങ്ങളും ഒരുപാട് വികസനമൊക്കെ തന്നെ ഉണ്ടാകുന്ന വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊന്നും തന്നെ തൊടാതെ, അതൊന്നും പറയാതെ ഇത് മൊത്തം നഷ്ടമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് നിർത്തുക. അത് നമുക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.